വേറെ ലെവല് സാധനം. ഒരുപാട് കൂട്ടുകാർ ചോദിച്ച ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കോട്ടയംകാരുടെ പ്രിയപ്പെട്ട രുചി പോർക്ക് ഫ്രൈ. ചോറോ അപ്പമോ കപ്പയോ പൊറോട്ടയോ എന്തും ആയിക്കോട്ടെ, ഇവനും കൂടെ ഉണ്ടല്ലോ സ്വർഗമണ്ണ സ്വർഗം. ഒന്നും പറയാനില്ല, വേറെ ലെവല് സാധനമാ. മോരും മീനും പോർക്ക് ഫ്രൈയും കൂട്ടി ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ, ആഹാ അന്തസ്. ഇതിൽ പരം വേറെ എന്നാ വേണം. അപ്പോ ഈസ്റ്റർ ഇങ്ങോട്ട് എത്തി കേട്ടോ. വീഡിയോ സേവ് ചെയ്ത് വെച്ചോ. ഇത്തവണത്തെ ഈസ്റ്ററിന് ഇവനെ ഒന്ന് പരീക്ഷിച്ചോ, സംഗതി പൊളിക്കും. അപ്പോ 1 കിലോയോളം നല്ല ഫ്രഷ് പോർക്ക് എടുത്തിട്ടുണ്ട്. നല്ല മുഴുത്ത കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്ത് വാങ്ങിയത് കേട്ടോ. പോർക്ക് ഫ്രൈ ആക്കാനായതുകൊണ്ട് അല്പം വലിപ്പമുള്ള കഷ്ണങ്ങളാണ് നല്ലത്, അല്ലെങ്കിൽ ചിലപ്പോ വെന്ത് കഴിയുമ്പോഴേക്കും ഉടഞ്ഞു പോകും. ഇനി അല്പം ഉപ്പോ ചെറു ചൂടുവെള്ളമോ ഒഴിച്ച് 3-4 തവണ വെള്ളം മാറ്റി നല്ല വൃത്തിയായി തന്നെ കഴുകിയെടുത്ത് വെള്ളം വാർന്നു പോകാനായി ഒരു അരിപ്പയിലേക്ക് തട്ടാം. ഒരു അഭ്യർത്ഥനയുണ്ട്, നമ്മുടെ കോട്ടയത്തിന്റെ രുചികൾ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടണേ. അങ്ങനെ പോർക്കെല്ലാം നല്ല വൃത്തിയായി കഴുകി വെള്ളം മാറ്റിയെടുത്തിട്ടുണ്ട്. ഫ്രൈക്കായി ഞാനിവിടെ 3 സവാളയും കുറച്ച് കൊച്ചുള്ളി, 2 കുടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഈ വൃത്തിയാക്കിയവയെല്ലാം ഒന്ന് കഴുകി മാറ്റി വെക്കാം. ഇനി ഒരു ഇടികലിലേക്ക് 2 ടേബിൾ സ്പൂണോളം നല്ല കുരുമുളക് ഇട്ട് നല്ല തരിതരിപ്പായി ഒന്ന് ഇടിച്ചെടുക്കുന്നുണ്ട്. പോർക്ക് ഫ്രൈക്ക് പൊടിച്ച കുരുമുളകിനേക്കാളും നല്ലത് തരിതരിപ്പായി ചതച്ചെടുത്ത കുരുമുളക് ഇടുന്നതാണ്. ഇടയ്ക്കൊക്കെ ആ കുരുമുളക് കടിക്കുമ്പോൾ കിട്ടുന്ന സ്വാദ് അതൊന്ന് വേറെ തന്നെയാ. അങ്ങനെ കുരുമുളക് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കിയ ഇഞ്ചിയും വെളുത്തുള്ളിയും തരിതരിപ്പായി തന്നെ ചതച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇനി 2-3 കഷ്ണം തേങ്ങാപ്പൂൾ എടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ട് 1/2 ഇഞ്ചോളം നീളത്തിൽ ഇവയും നുറുക്കിയെടുത്ത് മാറ്റി വെക്കാം. അതുപോലെ കൊച്ചുള്ളിയും സവാളയും പച്ചമുളകും നീളത്തിലരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ചേരുവകളെല്ലാം സെറ്റായ സ്ഥിതിക്ക് നേരെ ഫ്രൈയിലേക്ക് വിട്ടാലോ. ഒരു വലിയ പാത്രത്തിലേക്ക് കഴുകി വൃത്തിയാക്കിയ പോർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മാരിനേഷന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പോർക്കിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂണോളം തരിതരിപ്പായി ചതച്ചെടുത്ത കുരുമുളകും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് പോർക്കും മസാലകളും കൈകൊണ്ട് നന്നായി കുഴച്ച് മറിച്ച് തിരുമി കൂട്ടി തട്ടിപ്പൊത്തി 1/2 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായി വിടാം. 1/2 മണിക്കൂറിന് ശേഷം ഒരു കുക്കറിലേക്ക് പോർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പോർക്കിന് നല്ല വേവ് ഉള്ളത് കൊണ്ട് തന്നെ കുക്കറിലിട്ട് നന്നായി വേവിച്ചെടുക്കുന്നതാണ് വേഗത്തിൽ വെന്ത് കിട്ടാൻ നല്ലത് കേട്ടോ. ഇനി പോർക്കിലേക്ക് വെറും 1/2 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ച് ഒന്ന് ഇളക്കി ചേർത്ത് അടപ്പിട്ട് ഒരു 4-5 വിസിൽ വരുന്നത് വരെ നല്ലവണ്ണം വേവിച്ചെടുക്കണം. പോർക്ക് ഫ്രൈ ആയതുകൊണ്ട് തന്നെ അധികം വെള്ളം ചേർക്കേണ്ടതില്ല കേട്ടോ. തന്നെയുമല്ല, വെന്ത് വരുമ്പോൾ തന്നെ പോർക്കിൽ നിന്നും ആവശ്യത്തിന് വെള്ളം മൂറി വരികയും ചെയ്യും. അങ്ങനെ ഒരു 5 വിസിലോളം വെന്ത പോർക്ക് ഒന്ന് തുറന്നു നോക്കാമേ. പോർക്കെല്ലാം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്, കണ്ടല്ലോ അല്ലേ. ഒരല്പം വെള്ളം അടിയിലുണ്ട്. അവനതേ ഇങ്ങനെ കുക്കർ തുറന്നു വെച്ച് തീ അല്പം കൂട്ടി നന്നായി ഇളക്കി വറ്റിച്ചെടുക്കുന്നുണ്ട്. പറഞ്ഞു നിന്ന നേരം കൊണ്ട് വെള്ളം മുഴുവനും വറ്റി വന്നിട്ടുണ്ട്. ഇനി പോർക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. തണുത്ത് കഴിയുമ്പോൾ ബാക്കി വെള്ളമെല്ലാം വറ്റിക്കോളുവേ. ഒരു ഉരുളി നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഫ്രൈക്ക് ആവശ്യമായ 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഒന്ന് കാച്ചിയെടുക്കുന്നുണ്ട്. ഫ്രൈക്കൊക്കെ എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് ആ നാടൻ രുചിക്ക് ഉത്തമം. ഇനി നന്നായി കാഞ്ഞ എണ്ണയിലേക്ക് ഒരു പിടിയോളം നീളത്തിലരിഞ്ഞ സവാളയും അല്പം കൊച്ചുള്ളി നുറുക്കിയതും ചേർത്തിളക്കി ചെറുതായി ഒന്ന് ബ്രൗൺ നിറത്തിലേക്ക് മാറി വരുന്ന സമയത്ത് 5-6 വറ്റൽമുളകും നീളത്തിലരിഞ്ഞ 2 പച്ചമുളകും ചേർത്ത് കൊടുത്ത് തീ കുറച്ച് എല്ലാം കൂടെ നന്നായി ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ബ്രൗൺ നിറത്തിലേക്ക് മാറിയവയിലേക്ക് അല്പം കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ച് എണ്ണയിൽ നിന്നും കോരി മാറ്റി വെക്കാം. ഇതേ എണ്ണയിലേക്ക് തന്നെ നീളത്തിലരിഞ്ഞ 3 മീഡിയം സൈസ് സവാളയും 1/2 കപ്പോളം ചെറിയുള്ളി നുറുക്കിയതും ചേർത്ത് ഒന്ന് ഇളക്കി മറിച്ചതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അല്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവാളയും ഉള്ളിയും എല്ലാം പെട്ടെന്ന് തന്നെ വഴന്നു കിട്ടും. ഏകദേശം 2 മിനിറ്റ് വഴറ്റി ചെറുതായി ഒന്ന് നിറം മാറി വരുന്ന സമയത്ത് നീളത്തിലരിഞ്ഞ 2 പച്ചമുളക്, ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയുടെ പച്ചമണം മാറുന്നത് വരെ വളരെ നൈസായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഏതാണ്ടൊന്ന് വഴന്നു വരുന്ന സമയത്ത് നുറുക്കി വെച്ച തേങ്ങാക്കൊത്തും കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി മൂപ്പിച്ചതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഫൈനലി ചതച്ചെടുത്ത 2 ടീസ്പൂൺ കുരുമുളക് കൂടെ ചേർത്ത് മസാലകൾ ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, തീ നന്നായി കുറച്ച് വേണം മസാലകളെല്ലാം മൂപ്പിക്കാൻ കേട്ടോ. ഇനി ഈ മസാലക്കൂട്ടിലേക്ക് വേവിച്ച് വെള്ളം വറ്റിച്ചെടുത്ത നല്ല പോർക്കിൻ കഷ്ണങ്ങൾ ആ നെയ്യോട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പോർക്ക് ചേർത്ത ശേഷം മീഡിയം തീയിൽ ഒന്നിടവിട്ടിളക്കി പോർക്ക് നല്ലവണ്ണം ഉലർത്തിയെടുക്കുന്നുണ്ട്. ഒരു കാരണവശാലും തീ കൂട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കല്ലേ. നല്ല ഇളം തീയിൽ ഇവൻ ഇങ്ങനെ കിടന്ന് പതുപതാന്ന് ഫ്രൈ ആയി വരണം, അതാണ് ടേസ്റ്റ്. പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാടങ്ങ് ഡ്രൈ ആകാതെ തന്നെ അടുപ്പേന്ന് വാങ്ങിക്കണം കേട്ടോ. ഇനി അഥവാ ഡ്രൈ ആയി പോയാൽ അല്പം വെള്ളം തളിച്ച് 1 മിനിറ്റ് അടച്ചു വെച്ച ശേഷം വീണ്ടും ഫ്രൈ ചെയ്തെടുത്താലും തരക്കേടില്ല. ഒരുപാട് മൂത്ത് ഡ്രൈ ആയി പോയാൽ ഒരു വായിക്കും കൊള്ളില്ല, റബ്ബർ പോലിരിക്കും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് ഫ്രൈ ചെയ്തെടുക്കണേ.
ദേ അങ്ങനെ പറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ കോട്ടയം സ്റ്റൈൽ പോർക്ക് ഫ്രൈ ഒരുവിധം റെഡി. ഇനി അവസാനമായി ആദ്യം നമ്മൾ വറുത്ത് കൊരിവെച്ച സവാള, ഉള്ളി, മുളക് എന്നിവ ഫ്രൈക്ക് മുകളിൽ വിതറി ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ സ്വർഗം, ഒന്നും പറയാനില്ല. അപ്പോൾ ഇന്നത്തെ രുചി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് കരുതട്ടെ. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ഈസ്റ്ററിന് ട്രൈ ചെയ്യണം. മറ്റൊരു രുചിയുമായി കണ്ടുമുട്ടും വരെ ബൈ ഫ്രം വിച്ചൂസ്.